പറ്റി ഇപ്പോൾ കരയുന്നത് കള്ളക്കരച്ചിലാണ്. ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസുകാരുടെയും UDF-ന്റെയും ആ കരച്ചിലിൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ കരുതുന്നു. VS അച്യുതാനന്ദൻ ഇനിയില്ല. VS അച്യുതാനന്ദന്റെ വിയോഗ വാർത്തയാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1940 മുതൽ 2021 വരെ സജീവമായിരുന്ന അച്യുതാനന്ദൻ യുഗം അത് അവസാനിച്ചിരിക്കുകയാണ്. 102-ാം വയസ്സിലാണ് VS അച്യുതാനന്ദൻ കേരളത്തോട് വിട പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഓർമ്മകളായിരിക്കും മലയാളിക്കൊപ്പം ജീവിക്കുക. കണ്ണേ കരളെ VSA തുടങ്ങിയ പ്രയോഗങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. ഈ 8 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിന്റെ വിവിധ മുഖങ്ങളാണ് കേരള രാഷ്ട്രീയം ദർശിച്ചത്. പല കാലഘട്ടങ്ങളിലും അദ്ദേഹത്തോടൊപ്പം കടന്നുവന്ന ജനങ്ങൾക്ക് VS വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു. തുടക്കത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി കൊണ്ടിരുന്ന അദ്ദേഹം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി, അതിനുശേഷം പാർട്ടിയിൽ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് അദ്ദേഹം കടന്നുവന്നു, MLA ആകുന്നു, അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാകുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദൻ എത്തിയപ്പോഴാണ് കേരള രാഷ്ട്രീയം യഥാർത്ഥത്തിൽ VS എന്ന ജനകീയ മുഖത്തെ അടുത്തറിഞ്ഞത്. നിരവധി പ്രശ്നങ്ങളാണ് അദ്ദേഹം ഏറ്റെടുത്തതും നിരവധി പ്രശ്നങ്ങൾക്കാണ് അദ്ദേഹം പരിഹാരം കണ്ടതും. കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച CPIM-ന്റെ എക്കാലത്തെയും പ്രമുഖ നേതാവായ സഖാവ് VS അച്യുതാനന്ദൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മെ വിട്ടുവീഴ്ച. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അവിടെ ഇന്ന് രാത്രി പൊതുദർശനം അനുവദിക്കും. അതിനുശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് അവിടുന്ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി ദർബാർ ഹാളിൽ ഔദ്യോഗികമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാത്രാമൊഴിയായിരിക്കും പ്രധാനമായിട്ടുണ്ടാകും. എല്ലാവരെയും അവിടെ പൊതുദർശനത്തിന് അനുവദിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നാഷണൽ ഹൈവേ വഴി ആലപ്പുഴയിലേക്കാണ് പോകാൻ തീരുമാനിച്ചത്. നാളെ ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴിയായിരിക്കും VS-ന്റെ വിലാപയാത്ര ആലപ്പുഴയിലേക്ക് സഞ്ചരിക്കുക. ഇപ്പോൾ ശ്രീമതി ആനി രാജ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി ആനി രാജ, എങ്ങനെ അനുസ്മരിക്കുന്നു VS-നെ? VS അച്യുതാനന്ദൻ വിടവാങ്ങി. VS-ന്റെ വിലാപയാത്ര നാളെ ഉച്ചയ്ക്ക് ശേഷമാണ്. അല്പസമയത്തിനകം ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ കൊണ്ടുവരും. അവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടായിരിക്കുക. ഇന്ന് രാത്രി മൃതദേഹം അവിടെയായിരിക്കും. അതിനുശേഷം നാളെ രാവിലെ 9 മണിക്കാണ് തിരുവനന്തപുരം ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷമാണ് വിലാപയാത്ര ആലപ്പുഴയിലേക്ക് തിരിക്കുക. ഇപ്പോൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഉണ്ട് എങ്കിലും അത്തരം